നമ്മുടെ ബ്രെയിനിൽ നമ്മളെന്തെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഡോക്ടേഴ്സ് അതിന് നമുക്ക് മരുന്ന് തരും. ആ മരുന്ന് നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കുക. നമ്മൾ നല്ലോണം കുറേ ദിവസം ഉറങ്ങിയാൽ കുറേ വിഷമങ്ങൾ മാറിക്കിട്ടും. അതിനുള്ള ടാബ്ലറ്റ് തരും. അത് നമ്മൾ കഴിക്കുക, മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ പിന്നെ ഇ സി ടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താണോ മറക്കാൻ ശ്രമിക്കുന്നത്, അതായത് ഒരു 2000 സംതിങ്, ഒരു 2000 മുതൽ നമുക്കിപ്പോൾ 2025 വരെയുള്ള മറക്കാനാണ് വേണ്ടെങ്കിൽ, അങ്ങനെ ഇത്രയും നീണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പോട്ടെ, 2024 2025 ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ 2024 2025 പഠിച്ചത് മൊത്തം മറന്നു പോകും. എനിക്കങ്ങനെ ഉള്ളൊരാളെ എനിക്കറിയാം. ചെയ്തിട്ട് ആളുടെ ഉപ്പ മരിച്ചത് ആളറിഞ്ഞിട്ടില്ല, ആൾക്ക് ഓർമ്മയില്ല ഇ സി ടി ചെയ്തിട്ട്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, പക്ഷെ നല്ല പൈസയുണ്ട്. പിന്നെ നിങ്ങൾക്ക് മരുന്ന് പ്രോപ്പറായിട്ട് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായാലും നിങ്ങളത് കഴിക്കണം, ഡോക്ടേഴ്സ് എന്ത് തന്നാലും. പിന്നെ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞ് നല്ലോണം പഠിച്ചിട്ട് നിൽക്കുന്ന നിപ്പിൽ കുഞ്ഞ് പഠിക്കാണ്ടായി കഴിഞ്ഞാൽ, കുഞ്ഞ് പഠിക്കുന്നില്ല എങ്കിൽ, നല്ല പഠിക്കുന്ന കുഞ്ഞ് പഠിക്കുന്നില്ല, കുഞ്ഞിന് പഠിക്കാൻ പറ്റുന്നില്ല. പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും പഠിക്കാണ്ടാവാണ്ടിരിക്കില്ല, അവർ പഠിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് അവരവിടെ സ്റ്റക്കാവുന്നത്, പഠിക്കാൻ പറ്റുന്നില്ല, മാർക്ക് കുറയുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അടിക്കരുത്. നിങ്ങൾ ഒരു കൺസൾട്ടിങ് എത്രയും വേഗം നടത്തുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ന്യൂറോയെ കാണിക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന മൊത്തം നമ്മളെ ബ്രെയിനിലല്ലേ ഉള്ളത്. അപ്പം ബ്രെയിനിൽ കാണിക്കണമെങ്കിൽ ന്യൂറോയെ കാണിക്കുക. ന്യൂറോയിൽ കാണിക്കണമെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ വേറൊരു ഡോക്ടറെ കണ്ട് അവരുടെ കൺസൾട്ടിങ് വാങ്ങിയിട്ട് നേരെ ന്യൂറോയെ കാണണമെന്ന് പറഞ്ഞ് വേറൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ടിങ് ന്യൂറോയിലേക്ക് എഴുതി വാങ്ങുക. അവരോട് കാര്യം പറയുക. എന്നിട്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും, അല്ലാണ്ട് ആദ്യമേ കൊണ്ട് സൈക്യാട്രിയെ നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ കൊണ്ടുപോയി നേരെ ന്യൂറോയെ കാണിക്കണം. അല്ലെങ്കിൽ സൈക്യാട്രിക്ക് അറിയില്ല, അവർ അതിനെ മരുന്ന് കുഞ്ഞ് ആ മെഡിസിൻ കഴിച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ ആദ്യം കൊണ്ടുപോയിട്ട് ആദ്യം കാണിക്കേണ്ടത് ന്യൂറോയിൽ തന്നെ കാണിക്കണം. ആദ്യം ഒരു ഡോക്ടറെ, സാധാ ഒരു ഫിസിഷ്യനെ കാണിക്കുക, അവിടെ നിന്ന് കൺസൾട്ടിങ് എടുത്തിട്ട് നേരെ നിങ്ങൾ ന്യൂറോയെ കാണിക്കുക. അത് പിന്നെ എല്ലാവർക്കും അതെന്തോ അയ്യോ തെറ്റാണ്, എന്തിനാ കുഞ്ഞിനെ കാണിക്കുന്നത്, അസുഖക്കാരിയാണ്. നിങ്ങൾ തനിക്ക് കാണിക്കുന്ന പോലെ തന്നെയാണ്. അവരിത്രയും പഠിക്കുന്ന എന്തിനാ, ഡോക്ടർമാർ ഇത്രയും പഠിച്ച് വെച്ചേക്കുന്നത് എന്തിനാ, നമ്മളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. എല്ലാ മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇല്ലാതെയൊന്നുമല്ല. നിങ്ങളെ കുഞ്ഞിൻ്റെ തലച്ചോറാണോ വേണ്ടത്, അതിൻ്റെ സൈഡ് എഫക്റ്റ് അന്വേഷിച്ചിട്ടാണ് പോണത്. സൈഡ് എഫക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പറയാം, അവർ തന്നെ പറഞ്ഞു തരും. നമുക്ക് സൈഡ് എഫക്റ്റ് വരാതിരിക്കാൻ അവർ പരമാവധി നമുക്ക് നോക്കും. അതിനനുസരിച്ച് മെഡിസിൻ തരുള്ളൂ. നമ്മളത് പ്രോപ്പറായിട്ട് മുടങ്ങാണ്ട് അത് കഴിക്കുക. നാട്ടുകാർ പറയും, അയ്യോ കൊടുക്കേണ്ട കുഞ്ഞിക്ക് മരുന്ന് കൊടുക്കല്ലേ കഴിക്കരുതേ എന്നൊക്കെ പറയും. ആരെയും കേൾക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറാണ് നിങ്ങൾക്ക് വലുത്. ഈ ഒന്നും അറിയാത്ത, വിവരമില്ലാന്നല്ലേ, ഒരു ക്വാളിഫിക്കേഷനുള്ള ടീമുകളും പറയും. വേറെ ആരും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ പറയുന്ന മാത്രം കേൾക്കുക. ഡോക്ടറെ കൺസൾട്ടിങ്ങിലാണെങ്കിൽ ഡോക്ടർ പറയുന്ന കേൾക്കുക, മെഡിസിൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇനി ആ ഡോക്ടർ വേണമെങ്കിൽ വേറൊരു ഡോക്ടറെ കാണുക, കൺസൾട്ടിങ് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ന്യൂറോയെ കാണുക തന്നെ വേണം. ന്യൂറോയെ കണ്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുക തന്നെ വേണം. കുഞ്ഞ് എന്തായാലും ആദ്യം നിങ്ങൾ ന്യൂറോയെ കാണിക്കണം. എന്ത് ഒരു സിംറ്റംസ് കുട്ടി പഠിക്കാതെയോ എന്തിലെങ്കിലും കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ന്യൂറോയെ കാണിക്കേണ്ടത്. ന്യൂറോ പറയും, ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ അവർ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ടേ അവർ പറയുള്ളൂ എന്തിലേക്ക് വേണമെന്നുള്ളത്. കാരണം ഓരോ ചെക്കപ്പും ചെയ്ത് കഴിയുമ്പോഴാണ് ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇനി ഡിപ്രഷനാണെങ്കിൽ അതിൽ തിരിയും. അപ്പം നിങ്ങൾ ഡിപ്രഷൻ്റെ അവർ പറയും സൈക്യാട്രിയെ കാണിക്കാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശരി കൊണ്ട് ഡോക്ടറെ കാണിക്കണം കേട്ടോ. കാണിക്കാണ്ടിരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ വലിയവരായിക്കോട്ടെ, നിങ്ങളുടെ ഭാര്യമാരായിക്കോട്ടെ, നിൽക്കുന്ന നിപ്പിൽ ചിലപ്പോൾ അവർ ഓവർ വൃത്തിയായിരിക്കും എന്ന് വിചാരിച്ചോ,
ചിലപ്പോൾ ഓവർ വൃത്തിയായിരിക്കാം. അപ്പോൾ നിൽക്കുന്ന ഇപ്പിൽ അവരെന്താക്കും, പിന്നെ ഒന്നും ചെയ്യാണ്ടാവില്ല, ഒന്നും ചെയ്യാത്തൊരവസ്ഥയായിരിക്കാം. പിന്നെ വീടൊന്നും വൃത്തിയാക്കുന്നില്ല, അലങ്കോലമായിട്ടിരിക്കുന്നു. ഇത്രയും കൊല്ലം, ഒരു 10-25 കൊല്ലം അവരത്രയും വൃത്തിയായിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് വലിച്ച് വാരി അലങ്കോലമാക്കുമ്പം നിങ്ങൾക്ക് ദേഷ്യം വരേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഡോക്ടറെയാണ് കാണിക്കേണ്ടത് കൊണ്ടുപോയിട്ട്. ഇനി അത്രയും നാളും അലങ്കോലമായിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് നിമിഷ നേരം ആൾ വൃത്തിയോട് ചെറിയ വൃത്തിയായിട്ടില്ല, ചിലരത് മോട്ടിവേഷൻ, ചിലർ ആരെങ്കിലും കണ്ട ഇൻസ്പിറേഷൻ മോട്ടിവേഷനൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ വീട് വൃത്തിയാക്കുന്നവരുണ്ട്. ഭയങ്കര ഓവർ നീറ്റൊക്കെ ചിലർ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, അത്രയും കാലം ഇല്ലാത്ത ഓവർ നീറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് പതിയെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കാം. പിന്നെ ഈ മറ്റുള്ളവരെ കാണുമ്പം അസൂയ, കുശുമ്പ്, പെണ്ണുങ്ങളാണോ അസൂയും കുശുമ്പും ഇല്ലാത്ത ആരുമില്ല, മനസ്സിലായോ? ഇപ്പം എനിക്ക് അസൂയും കുശുമ്പും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെയൊന്നുമില്ല, അസൂയും കുശുമ്പൊന്നുമില്ല. പക്ഷേങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഒരാളിട്ട് വേണോ എനിക്കും വേണമായിരുന്നു ഇതുപോലെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എനിക്ക് ദൈവമേ, എന്താ അവരെ പോലെ എനിക്ക് ബുദ്ധി എനിക്ക് തരാത്ത, എത്രയും എനിക്ക് പഠിക്കണം, എനിക്കും വേണം അത്രയും ബുദ്ധി എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതിന് അസൂയും കുശുമ്പൊന്നും എനിക്കില്ല. അങ്ങനെയൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണുക തന്നെ വേണം. ഡോക്ടർ, ഞാനിങ്ങനെ മറ്റുള്ളവരെ കാര്യത്തിൽ അതൊരു നിങ്ങളുടെ സിംറ്റംസാണ്. അത് തുടക്കത്തിലേ നിങ്ങളങ്ങനെ കാണിക്കുന്ന മറ്റുള്ളവരുടെ കാര്യത്തിൽ അസൂയ, കുശുമ്പ്, മറ്റുള്ളവരെ തമ്മിൽ തെറ്റിപ്പിക്കുക, ഇങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അറിയാമായിരിക്കുമല്ലോ നമ്മളെ സ്വഭാവം ഇങ്ങനെയാണ്, മറ്റുള്ളവരെ തമ്മിൽ തെറ്റിപ്പിക്കുകയാണ് എന്നുള്ള സ്വഭാവം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കൺസൾട്ടിങ് എടുക്കുക. അതായിരിക്കാം നല്ലത്. പിന്നെ മറ്റുള്ളവർ നന്നാവുന്നതിൽ ഫ്രസ്ട്രേഷൻ ഒരിക്കലും അതൊന്നും നല്ലതല്ല. ഇനി നമുക്കിവിടെ തിന്നാനും കുടിക്കാനും ഇല്ലയെന്ന് വെച്ചോ, അപ്പുറത്തെ വീട്ടിൽ ബിരിയാണി ആയിരിക്കും കഴിക്കുന്നത്. നമ്മളെന്തിനാണ് അതിൽ അസൂയപ്പെടുന്നത്? നമുക്കുള്ളത് നമ്മൾ കഴിക്കുക. ഇനി അവർ തന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അവർ കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടേക്ക് കൊടുക്കും. നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അവരെ പൈസ ഉള്ളതുകൊണ്ട് അവർ ബിരിയാണി ഡെയിലി കഴിക്കുന്നു, നമ്മളെ പൈസ ഉള്ളതനുസരിച്ച് നമ്മൾ കഴിക്കുന്നു. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. അല്ലാണ്ട് അതിനെക്കുറിച്ച് എന്നും ബിരിയാണി കഴിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അസൂയ, അതിനെയാണ്, അതും ഒരു തരത്തിലൊരു അസുഖമാണ്. അങ്ങനെ ചിന്തിച്ചും അസൂയപ്പെട്ടും ദൈവമേ അവനെ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊരു രോഗമാണ്. സത്യത്തിൽ രോഗമാണ്. അത് നിങ്ങൾ അല്ലെങ്കിൽ എന്നെക്കാളും സൗന്ദര്യം അവൾക്കുണ്ട്, ഇവർക്ക് ഇത്രയും സൗന്ദര്യം കൊടുത്തില്ലേ, ഇവർക്ക് അങ്ങനെ ഇത്രയും കഴിവ് കൊടുത്തത്, ഇവർക്ക് എന്താ ഇത്രയും ഭാഗ്യം കൊടുത്തു, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ തലവുണ്ടാകുന്നതിന് നിങ്ങൾ സ്വയം ഡോക്ടറെ അടുത്ത് പോയി പറയാം, ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ചിന്തയുണ്ടെന്ന് പറയാം. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് ആണുങ്ങൾ ഒരു തരി പോലും എനിക്ക് വിശ്വാസമില്ല, ഒരു തരി പോലും എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് ആണുങ്ങളെ ഒരു തരി പോലും എനിക്ക് വിശ്വാസമില്ല. വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിൽ ഇപ്പോഴാണ് ഞാൻ മെസ്സേജ് അയക്കുന്ന ചെക്കന്മാർക്ക്, അല്ലെങ്കിൽ വന്ന് ഹായ് ഇട്ടാൽ പോലും ഞാൻ മൈൻഡ് ആക്കാത്ത ആൾ. ഒരു 2 മന്തെങ്ങാനും ആയിട്ടേ ഉള്ളൂ, 2 മന്തോ 3 മന്തോ ആയിട്ടേ ഉള്ളൂ ഞാൻ മിണ്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല, മൈൻഡേ ചെയ്യില്ല. പിന്നെ എത്ര ഹായ് ഇട്ടാലും ഞാൻ മൈൻഡ് ആക്കില്ല. പക്ഷെ മിണ്ടി കഴിയുമ്പോഴാണ് അവർ പാവമാണെന്ന് മനസ്സിലാകുന്നത്. എന്നോടൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്ക് വിശ്വാസമില്ല, അത് വേറെ കാര്യം കേട്ടോ. ഞാനത് പോകുമ്പോഴൊക്കെ പറയലുണ്ട്, എനിക്കെന്താ അവരൊന്നും വിശ്വാസമില്ല. ഫ്രണ്ടായിട്ടിരിക്കാനുള്ള ഇഷ്ടം മാത്രമേ ഇവരുമായിട്ടുള്ളൂ. ബോയ്സിന് ഫ്രണ്ട്, ഒരു ഗേൾ ഫ്രണ്ടില്ലേ, അതുപോലെ ഒരു ബോയ് ഫ്രണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ പെൺപിള്ളേരെക്കാളും നല്ലത് ഫ്രണ്ടായിട്ട് കൂട്ടാൻ ബോയ്സാണ്. സത്യം, തമാശയല്ല. അവരത്ര ഇതാണ് നമ്മളോട്, സ്നേഹത്തിലായാലും ശരി, ഒരു ഹെൽപ്പിന് വിളിച്ചാലും ശരി, അത്ര നല്ല ക്യാരക്ടറാണ് ബോയ്സ്. ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഗേൾസ് ഉണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട്.